പ്രിയപ്പെട്ടവരെ, സഞ്ചാരവും ചരിത്രവും പറയുന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ബാംഗ്ലൂരിനടുത്തുള്ള ബന്നാർഘട്ട് നാഷണൽ പാർക്കിനുള്ളിലെ സൂ കാണാനുള്ള യാത്രയിലാണ് ഞാൻ. ഇവിടേക്കുള്ള പ്രവേശന കവാടം ഇതാണ്. നാഷണൽ പാർക്കിലേക്ക് ഒരു ടിക്കറ്റാണ്. അതിൽ തന്നെ സഫാരിക്കും സൂവിനും പോകാൻ കഴിയും. പ്രകൃതിയെയും വന്യജീവികളെയും അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ചൊരു സ്ഥലമാണ്. ആദ്യമായി കാണുന്നത് വരയൻ കുതിരയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പ്രശസ്ത ജീവിയായ വരയൻ കുതിര. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള വരകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ വരയൻ കുതിരകളുടെയും വരകൾ വ്യത്യസ്തമാണ്. മനുഷ്യരുടെ വിരലടയാളം പോലെ തന്നെ ഇവയുടെ വരകളും വ്യത്യസ്തമായതിനാൽ ഓരോന്നിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നു. വരയൻ കുതിര കാഴ്ചയിൽ കുതിരയെപ്പോലെ തോന്നുമെങ്കിലും അതിൻ്റെ വന്യ സ്വഭാവം കാരണം മനുഷ്യർക്ക് പൂർണ്ണമായി മെരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാലാണ് ചരിത്രത്തിൽ യുദ്ധങ്ങൾക്കോ സഫാരികൾക്കോ ഇവയെ ഉപയോഗിക്കാതിരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കരജീവിയായ ജിറാഫിനെയാണ് ഇപ്പോൾ കാണുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ പുൽമേടുകളിലും വനപ്രദേശങ്ങളിലുമാണ് ഇവ പ്രധാനമായും കാണുന്നത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ജിറാഫിന് ഏകദേശം 18 അടി വരെ ഉയരമുണ്ടാകും. നീണ്ട കഴുത്താണ് ജിറാഫിൻ്റെ പ്രത്യേകത. ഉയരമുള്ള മരങ്ങളുടെ ഇലകൾ ഭക്ഷണമാക്കാൻ ഈ നീണ്ട കഴുത്ത് ജിറാഫിനെ സഹായിക്കുന്നു. പ്രത്യേകിച്ചും അക്കേഷ്യ മരങ്ങളുടെ ഇലകളാണ് ഇഷ്ടഭക്ഷണം. ജിറാഫിൻ്റെ ശരീരത്തിലുള്ള പുള്ളികളുടെ രൂപവും ക്രമവും ഓരോന്നിനും വ്യത്യസ്തമാണ്. മനുഷ്യരുടെ വിരലടയാളം പോലെ തന്നെയാണ് അവയും. ധാരാളം സഞ്ചാരികൾ ജിറാഫിനെ കാണാനായി എത്തിയിരിക്കുന്നു. ശാന്ത സ്വഭാവക്കാരായ ജിറാഫുകൾ അപകട സമയത്ത് അതിശക്തരായ പോരാളികളായി മാറും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവയുടെ ശക്തമായ കാലുകൾ കൊണ്ടുള്ള ഒരു ചവിട്ട് പോലും സിംഹങ്ങൾക്ക് വളരെ ഗുരുതരമായ പരിക്കേൽപ്പിക്കും. നോക്കൂ, ശാന്തമായി അവ ഇലകൾ ഭക്ഷിക്കുന്നു. ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായ 2 ജീവികളാണ് ഇവിടെയുള്ളത്. അവയുടെ പ്രതിമകൾ. സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന ബഗ്ഗികൾ സൂവിൽ ധാരാളമുണ്ട്. സൂ മുഴുവനും ചുറ്റിക്കറങ്ങി മടങ്ങിവരും. 1970കളിൽ രൂപം കൊണ്ട ബന്നാർഘട്ട് നാഷണൽ പാർക്ക് പിന്നീട് വന്യജീവി സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി കൂടുതൽ വികസിക്കപ്പെട്ടു. ഇന്നിവിടെ മൃഗശാല, ബട്ടർഫ്ലൈ പാർക്ക്, സഫാരി പാർക്ക്, രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി സൗകര്യങ്ങളുണ്ട്. വന്യജീവി സംരക്ഷണത്തിന് പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പാർക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ബംഗാൾ കടുവയുടെ അടുത്താണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമായ ബംഗാൾ കടുവ ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗ്ഗങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ കാടുകളിൽ ആയിരക്കണക്കിന് കടുവകൾ ഉണ്ടായിരുന്നു. എന്നാൽ വേട്ടയാടലും വനനശീകരണവും കാരണം ഇവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. പാറക്കൂട്ടങ്ങളും പുൽച്ചെടികളും പുൽമൈതാനങ്ങളുമാണ് ഇവയ്ക്ക് പ്രധാന ആവാസ വ്യവസ്ഥ. അതെല്ലാം കൃത്രിമമായി ഉണ്ടാക്കി ഇവിടെ ഇവരെ പരിപാലിക്കുന്നു. അടുത്തായിട്ടുള്ളത് യമു എന്ന പക്ഷിയാണ്. ഓസ്ട്രേലിയ സ്വദേശിയായ ഈ പക്ഷി ലോകത്തിലെ 2ാമത്തെ വലിയ പക്ഷിയാണ്. ഇത് ഹൈന അഥവാ കഴുതപ്പുലി എന്ന മൃഗമാണ്. ശക്തമായ താടിയെല്ലുകളാണ് ഇവയുടെ പ്രത്യേകത. എല്ലുകൾ വരെ പൊട്ടിച്ചു തിന്നാനുള്ള കഴിവുള്ള ഇവയെ കാട്ടിലെ ശുചീകരണ തൊഴിലാളികൾ എന്നാണ് അറിയപ്പെടുന്നത്. ചത്ത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നതിനാൽ വനത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഹൈനകൾക്ക് പ്രധാന പങ്കുണ്ട്. എന്തോ കഴിച്ചിട്ട് ഓടി വന്ന് ജലം കുടിക്കുകയാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുറുക്കന്മാരാണ്. അത്യാവശ്യം തടിച്ചു കൊഴുത്ത നായ്ക്കളെ മാതിരിയുണ്ട്. ബന്നാർഘട്ട് സൂവിനകത്തുള്ള ഈ മനോഹരമായ തടാകം ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. തടാകത്തിന് ചുറ്റുമുള്ള പച്ചപ്പും ശാന്തമായ അന്തരീക്ഷവും സന്ദർശകർക്ക് വിശ്രമവും ആസ്വാദനവും നൽകുന്നു. വിവിധ ജലപക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും ഇവിടെ കാണാം. നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ചു സമയം ചെലവഴിക്കാൻ ഈ തടാകക്കര വളരെ അനുയോജ്യമാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്കായി ഒരു മഴവെള്ള സംഭരണിയും കൂടിയാണ് ഇത്. നമ്മളിപ്പോൾ പോകുന്നത് ആനകളുടെ അടുത്താണ്. ഇവിടെ നോക്കൂ, പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത കുട്ടിക്കുറുമ്പന്മാരും കുറുമ്പികളും. അവ കളിച്ചും വികൃതി കാട്ടിയും നടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കരജീവിയായ ആനകൾക്ക് ശക്തി മാത്രമല്ല, നല്ല ബുദ്ധിയും സാമൂഹ്യ ബന്ധങ്ങളുമുണ്ട്. കൂട്ടമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവ പരസ്പരം സംരക്ഷിക്കുകയും ഒരുമിച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഈ കളികളും കുസൃതികളും കാണുമ്പോൾ വനത്തിലെ ഈ ഭീകരന്മാർക്ക് കുട്ടികളെപ്പോലെയുള്ള ഒരു നിഷ്കളങ്ക സ്വഭാവമുണ്ടെന്ന് തോന്നും.
ഈ സൂവിലെ സന്ദർശകരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാഴ്ചകളിലൊന്നാണ് ഈ ആനക്കൂട്ടം. ഞാനും ഈ സന്ദർശകരിൽ ഒരാളാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനും ധാരാളം സ്ഥലങ്ങളുണ്ട്. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ തല മാത്രം കമ്പിവേലികൾക്കിടയിലൂടെ കാണാം. അവൻ വിദൂരതയിലേക്ക് കണ്ണും നട്ട് വിശ്രമത്തിലാണ്. മരങ്ങളിൽ കയറാനും ഒളിഞ്ഞിരുന്ന് വേട്ടയാടാനും അസാധാരണ കഴിവുള്ള മൃഗമാണ് നമ്മൾ കാണുന്ന ഈ പുള്ളിപ്പുലി. ശരീരത്തിലെ മനോഹരമായ പുള്ളികളാണ് പുള്ളിപ്പുലി എന്ന പേര് തന്നെ ഇവർക്ക് നൽകിയത്. കാട്ടിലായിരുന്നെങ്കിൽ അവൻ നല്ലൊരു വേട്ടക്കാരനായി മാറുമായിരുന്നു. ഇപ്പോൾ കാണുന്നത് മുതലകളുടെ കുളമാണ്. വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കാൻ കഴിവുള്ള അതിശക്തരായ വേട്ടക്കാരാണിവർ. ധാരാളം മുതലകൾ ഈ കുളത്തിനകത്തുണ്ട്. നിറങ്ങളുടെ വൈവിധ്യവും ശബ്ദങ്ങളുടെ മനോഹാരിതയും കൊണ്ട് സന്ദർശകരെ ആകർഷിക്കുന്ന ഒരു ലോകമാണ് പക്ഷികൾ. ഇവിടെ വെളുത്ത മയിലും സാധാരണ മയിലുകളുമുണ്ട്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മുതൽ വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യയിലുമുള്ള പക്ഷികളെ നമുക്കിവിടെ നേരിൽ കാണാം. ചെറിയ തത്തകൾ, കറുത്ത നിറവും തലയിൽ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ തൂവലുള്ള പാംകോക്കറ്റ്, അതോടൊപ്പം കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായ വേഴാമ്പൽ, അങ്ങനെ വിവിധതരം പക്ഷികളെയും കോഴികളെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഓരോ പക്ഷികൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും ജീവിത രീതികളുമുണ്ട്. ചില പക്ഷികൾ മനോഹരമായ നിറങ്ങൾ കൊണ്ടും ചിലത് മധുരമായ ശബ്ദങ്ങൾ കൊണ്ടും ചിലത് സ്വഭാവ വൈചിത്ര്യം കൊണ്ടും വ്യത്യസ്തമാണ്. വെസ്റ്റേൺ ക്രൗഡ് ഫിജൻ എന്ന അപൂർവ പ്രാവിനെയും കാണാം. തലയിൽ കിരീടം പോലുള്ള മനോഹരമായ തൂവലുകളാണ് ഈ പക്ഷിയുടെ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും വലിയ പ്രാവാണിത്. ഇപ്പോൾ കാണുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പക്ഷി. വലിപ്പവും വേഗതയും ശക്തിയും ഒരുമിച്ച് ചേർന്ന അത്ഭുത സൃഷ്ടിയാണിത്. നിറയെ സഞ്ചാരികളുണ്ട്. ഒരു ഭാഗം മുഴുവനും വലകെട്ടിയ ഷെഡുകൾ, അവയിൽ നിറയെ വ്യത്യസ്ത തരം പക്ഷികൾ. ഓരോ പക്ഷികൾക്കും പ്രകൃതിയിൽ അതിൻ്റേതായ പങ്കുണ്ട്. വിത്തുകൾ പറ്റുന്നതിലൂടെയും പരാഗണം നടത്തുന്നതിലൂടെയും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ പക്ഷികൾക്ക് വിചിത്രമായ കഴിവുകൾ തന്നെയുണ്ട്. ഇവിടെ ആമകളുടെ വ്യത്യസ്തമായ പ്രതിമകൾ മണ്ണിൽ നിറച്ചിരിക്കുന്നു. ആ കാഴ്ച ഒറ്റ നോട്ടത്തിൽ ജീവനുള്ളതാണെന്ന് തോന്നും, ഇല്ലേ? സ്വയം സംരക്ഷിക്കാൻ പ്രകൃതി നൽകിയ അത്ഭുതകരമായ കവചം ധരിച്ചു നിൽക്കുന്ന ജീവികളാണ് മുള്ളൻ പന്നികൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് മനോഹരമായൊരു കൃത്രിമ തടാകമാണ്. ഈ തടാകത്തിലെ ജലപക്ഷികൾ നീന്തുകയും പറക്കുകയും ചെയ്യുന്നു. വിവിധതരം കൊക്കുകൾ, അരയന്നങ്ങൾ, വെള്ളവുമായി ബന്ധമുള്ള നിരവധി പക്ഷികളെ കാണാൻ കഴിയും. ജലപക്ഷികൾ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന സൂചകങ്ങളായി കണക്കാക്കുന്നു. ഈ കൃത്രിമ തടാകത്തിലെ ഇരിപ്പിടങ്ങളിൽ അവ വിശ്രമിക്കുന്നു. ഇവിടെയൊരു മലയണ്ണാനുണ്ട്. ഒരു സെക്കൻഡ് പോലും അവൻ ഒതുങ്ങി നിൽക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും ഓടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓടിയും ചാടിയും പൂക്കളും പഴങ്ങളും തേനും ഭക്ഷിച്ച് ജീവിക്കുന്നവരാണിവർ. ഞാൻ അവയെ കുറേ സമയം നോക്കി അങ്ങനെ തന്നെ നിന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പായി അറിയപ്പെടുന്നത് രാജവെമ്പാലയാണ്. രാജവെമ്പാലയ്ക്ക് 5.5 മീറ്ററിലധികം നീളത്തിൽ വളരാൻ കഴിയും. മറ്റ് പാമ്പുകളെ ഭക്ഷണമാക്കുന്ന അപൂർവ സ്വഭാവമാണ് ഇതിൻ്റെ പ്രത്യേകത. തൊട്ടടുത്തായി കൂട്ടിൽ തന്നെ ഒരു വെള്ളിക്കെട്ടനുണ്ട്. അവൻ മയക്കത്തിലാണ്. ഇന്ത്യയിലെ വിഷം കൂടിയ പാമ്പുകളിൽ പെട്ടതാണിവൻ. ഇപ്പോൾ കാണുന്നത് കുരങ്ങുകളുടെ ലോകമാണ്. സിംഹവാലൻ കുരങ്ങ്, ലീഫ് മങ്കി, ലംഗൂർ മക്കോക്ക്, സ്പെയിൻ മങ്കി തുടങ്ങി വിവിധ ഇനം കുരങ്ങുകളെ കാണാം. ഓരോ ഇനത്തിനും പ്രത്യേക ശരീരഘടനകളും മുഖഭാവങ്ങളുമുണ്ട്. കുരങ്ങുകൾ വെറും കളിയും ചാട്ടവും നടത്തുന്ന ജീവികൾ മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപകരണങ്ങൾ ഉപയോഗിക്കാനും പരസ്പരം സഹകരിക്കാനുമുള്ള കഴിവുള്ള ബുദ്ധിശാലികളാണ് ഇവർ. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ജീവിവർഗങ്ങളായി കുരങ്ങുകളെ കണക്കാക്കുന്നു. ഇത് നമ്മൾ പുറമേ കാണാത്ത ഒരിനം ലംഗൂർ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണ്. ലീഫ് മങ്കി എന്നാണ് പേര്. ഇല തിന്നുന്ന കുരങ്ങൻ എന്നും പറയാറുണ്ട്. ഇവ പ്രധാനമായും മരങ്ങളിൽ തന്നെ ജീവിക്കുകയും ഇലകൾ, മുളകൾ, പഴങ്ങൾ എന്നിവ ഭക്ഷിക്കുകയും ചെയ്യുന്നതിനാലാണ് ലീഫ് മങ്കികൾ എന്ന് പറയാറ്. പ്രിയപ്പെട്ടവരെ,
ചരിത്രവും സഞ്ചാരവും പറയുന്ന എൻ്റെ ബെന്നാർഘട്ട് സൂവിനെക്കുറിച്ചുള്ള യാത്ര അവസാനിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.